കാഹളത്തിന്റെ അത്ഭുതനാദത്തിനൊപ്പം കണ്ണീരും ഭയവും മൂടുന്ന മരിച്ചവരെല്ലാം ഉണർത്തപ്പെടുന്ന ആ ദിവസത്തോടടുക്കാൻ വെറും മണിക്കൂറുകൾ ബാക്കി. രാഹുൽ സദാശിവൻ എന്ന വിഷ്വൽ മജീഷ്യന്റെ പുത്തൻ ജാലവിദ്യക്കായുള്ള കാത്തിരിപ്പ്. പതിവ് തെറ്റിച്ച് ഒരു ഹാലോവിൻ രാത്രിയിൽ മരണപ്പെട്ടവരും മരണം കാത്തിരിക്കുന്നവരുമായ ആരൊക്കെയോ പ്രേക്ഷകരെ തേടി വരും. വാക്കുറപ്പിച്ചതിനു മുൻപേ DS ഇറ എത്തും. പക്ഷേ റിലീസിനപ്പുറം ചർച്ചയാകുന്നത് ഒരു ക്യാമിയോ വേഷമാണ്. മകന്റെ ചിത്രത്തിലെ അച്ഛന്റെ വേഷം. താരരാജാവിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വാഗ്വാദങ്ങളെല്ലാം ഉയരുന്നു. അതിന് കാരണവുമുണ്ട്. ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് നായകനും സംവിധായകനും ഛായാഗ്രാഹകനും മ്യൂസിക് ഡയറക്ടറും നിർമ്മാതാക്കളും പ്രൊഡക്ഷൻ ഡിസൈനറും അടക്കം DS ഇറയുമായി ബന്ധപ്പെട്ട സകലരും അവരുടെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിരുന്നു. സിനിമയുടെ ആകെ കളർ ടോണിന് ചേരുന്ന തരത്തിൽ മിസ്റ്റീരിയസ് ആയ റെഡ് ആൻഡ് ബ്ലാക്ക് ചിത്രങ്ങൾ. എന്നാൽ നായകൻ പ്രണവ് തന്റെ ഇമേജ് മാറ്റുന്നതിനും മിനിറ്റുകൾക്ക് മുൻപ് തന്നെ മറ്റൊരു നായകൻ അയാളുടെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയത് ശ്രദ്ധ നേടി നാട്ടിൽ ചർച്ചയായി. അബ്രഹാം ഖുറേഷിയിൽ നിന്നും ഷൺമുഖനിലേക്കും ഷൺമുഖനിൽ നിന്നും സന്ദീപ് ബാലകൃഷ്ണനിലേക്കും മാറിയ കണക്ക് മോഹൻലാൽ എന്ന പ്രൊഫൈൽ പേരോ വിലാസമോ ഇല്ലാത്ത മറ്റൊരു കഥാപാത്രത്തിലേക്ക് മാറി വന്നു. റെഡ് ആൻഡ് ബ്ലാക്ക് ലൈറ്റിംഗിൽ മറ്റൊരു വേഷം, മറ്റൊരു ഭാവം. അവിടെ തുടങ്ങുകയാണ് DS ഇറയിലെ ലാൽഭാവം എന്തെന്ന ചോദ്യങ്ങൾ. 2025 മോഹൻലാൽ കൊളുത്തുവിട്ട മാസ് ഹിറ്റുകളുടെ കൂട്ടത്തിലേക്ക് ആ ഹീറോ ആരും അറിയാതെ മറ്റൊരു കാഹളമൊരുക്കി കാത്തിരിക്കുകയാണോ എന്ന സന്ദേഹങ്ങൾ. ഒരു ഫോട്ടോയിൽ സോഷ്യൽ മീഡിയ തിരയുന്നത് DS ഇറയിലെ മോഹൻലാൽ പങ്ക് എന്തെന്നതാണ്. അവിചാരിതമായി എത്തിയ ഫോട്ടോയ്ക്ക് കോയിൻസിഡൻസ് എന്നതിലപ്പുറം അർത്ഥമില്ലെന്നും ഒരുപക്ഷെ പ്രൊമോഷണൽ സ്ട്രാറ്റജി ആകുമെന്നും മറുപുറത്ത് വാദങ്ങളുണ്ട്. പക്ഷേ ശബ്ദമായോ രൂപമായോ ലാലേട്ടൻ എത്തുമെങ്കിൽ അത് തിയേറ്ററുകളിൽ പടർത്തുന്ന ആവേശത്തിമർപ്പ് ചെറുതൊന്നുമായിരിക്കില്ലെന്ന് സുനിശ്ചയം. പക്ഷേ ഈ ഡേ ഓഫ് റാത്ത് പ്രണവിന്റേത് തന്നെ. റൊമാൻറ്റിക് സോണിൽ നിന്നും ആഴമുള്ള പല ഭാവങ്ങളുള്ള ഹൊറർ പ്രവിശ്യയിലേക്ക് അയാൾ തുടരുന്ന യാത്ര. രാജാവിന്റെ പകർന്നാട്ടം കഴിഞ്ഞല്ലോ, ഇനി വരുന്നത് രാജാവിന്റെ മകനാണ്. അമ്പരപ്പിക്കാനോ അതിശയിപ്പിക്കാനോ ഭയപ്പെടുത്താനോ അയാൾ എത്തും. കാത്തിരിക്കാം, സമയം എണ്ണിക്കണക്കാക്കി തന്നെ.